ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുതിയ ഐറ്റം കാണാം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു വെജിറ്റേറിയൻ ആകാം. കാര്യം ഞാനിപ്പോൾ നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ചിക്കൻ അങ്ങനത്തെ കാര്യമാകുമ്പോൾ കുറച്ച് ആൾക്കാർക്കല്ലേ അത് പറ്റുള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞാൽ നോൺ വെജ് ഉണ്ടാക്കാതിരിക്കുന്നില്ല, പക്ഷേ വെജിറ്റേറിയൻസിന് വലിയ സങ്കടമാണ് ആ സമയത്ത്. അപ്പോൾ പറയും അയ്യോ ഞങ്ങൾക്ക് വേണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് വെജിറ്റേറിയൻ, ഇത് രണ്ടു പേർക്കും കഴിക്കാമല്ലോ. വെജിറ്റേറിയൻ ആകുമ്പോൾ നമുക്ക് ഓപ്ഷനുണ്ട്, നോൺ വെജ് കഴിക്കുന്നവർക്കും കഴിക്കാം, വെജിറ്റേറിയൻസിന് കഴിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടമുള്ള എന്താണ്? പനീർ. എല്ലാവർക്കും ഇഷ്ടമല്ലേ പനീർ? സാധാരണയായിട്ട് എന്താ ചെയ്യണം, നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ ഒരു ഇതെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് പനീർ ബട്ടർ മസാല. അത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, LN ബ്ലോഗ്സിൽ നേരത്തെ തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് പനീർ കുറുമ, ഓഫ് കോഴ്സ് പറയാം, എങ്കിലും കടായി പനീർ നല്ലൊരു ഓപ്ഷൻ അല്ലേ. കടായി ചിക്കൻ, കടായി പനീർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കടായി പനീറാകാം ഇന്ന്. കടായി ചിക്കൻ ഞാൻ പിന്നെ ഒരു അവസരത്തിൽ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇന്ന് കടായി പനീർ തന്നെ ചെയ്യാം. ഓക്കെ, ഇത് എത്ര പേർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊരു ഉഗ്രൻ റെസിപ്പിയാണ്. ഈസി ടു മേക്ക് ആൻഡ് ടേസ്റ്റി ഓൾസോ. അപ്പോൾ പനീർ ഇങ്ങനത്തെ ബ്ലോക്ക് ആയിട്ടുള്ള പനീർ വാങ്ങിക്കുന്നതാണ് നല്ലത് കടായി പനീറിന്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഇഷ്ടമുള്ള രീതി എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് നീളത്തിലുള്ള പീസസ് ആയിട്ട് മുറിക്കുന്നതാണ് നല്ലത്, ജൂലിയൻ പീസസ്. പിന്നെ ക്യാപ്സിക്കവും അതുപോലെ നീളത്തിൽ മുറിക്കണം. ഒരു വലിയ ക്യാപ്സിക്കം, ഒരു 1/2 കിലോ പനീർ, പിന്നെ 4 ടൊമാറ്റോ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി. ഇനി ഇത് രണ്ടും ചെറുതായിട്ട് അരിയാം. ഇഞ്ചി ചെറുതായിട്ട് അരിയാം, പച്ചമുളകും ചെറുതായിട്ട് അരിയാം. അത് രണ്ടും കഴിഞ്ഞിട്ട് ടൊമാറ്റോ അരിയണം, ക്യാപ്സിക്കം അരിയണം, പനീർ അരിയണം. കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ സാധാരണ പോലെ തന്നെയാണ്. പച്ചമുളക് 2ആയിട്ട് മുറിച്ചിട്ടിങ്ങനെ അരിയാം. പച്ചമുളക് ഒരു സൈഡിലേക്ക് വെക്കാം. ഓക്കെ, ഇനി ഇഞ്ചി ഒരു 2 ടീസ്പൂൺ മതി, ചെറുതായിട്ട് അരിഞ്ഞത്. അത് കണക്കാക്കിയിട്ട് അരിയാം. ഇത് നീളത്തിൽ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല, അങ്ങനെ വേണമെങ്കിലാകാം. അപ്പോൾ നമുക്ക് ഇഞ്ചിയും ഒരു സൈഡിലേക്ക് മാറ്റാം. ഓക്കെ, 2 ടീസ്പൂണുണ്ട്. ഇനി ക്യാപ്സിക്കം നമുക്ക് ഇങ്ങനെയാണ് അരിയേണ്ടത്. ഓക്കെ, 4 സൈഡിൽ നിന്നും അതിനെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം ഇങ്ങനെ കളയുക. ഇത് നമുക്കിനി നീളത്തിലുള്ള പീസസ് ആയിട്ട് മുറിക്കാം. ഓക്കെ, ജൂലിയൻ, ഒരുപാട് തിന്നാക്കണ്ട, ഒരു മീഡിയം. ഒരു ക്യാപ്സിക്കവും റെഡി. ഇനി നമ്മളുടെ പനീറിനെ ഇതുപോലെ തന്നെയാണ് പനീറിൻ്റെ കട്ടിങ്ങും, നീളമുള്ള പീസസ് ആയിട്ട്. ദാറ്റ് ഈസ് നമുക്ക് ഇത്രയും ഒരുപാട് വണ്ണം കുറയ്ക്കേണ്ട, അത്യാവശ്യം. ടു തിന്നാക്കിയാൽ ചിലപ്പോൾ പൊടിയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ രീതിയിലുള്ള പീസസ് ആയിട്ട് മുറിക്കും. അപ്പോൾ കട്ടിങ് 1 by 1 തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പനീറിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കാര്യം എനിക്ക് സ്പേസ് വേണം ടൊമാറ്റോ അരിയാനായിട്ട്. അപ്പോൾ ടോട്ടൽ 1/2 കിലോ പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ഇടത്തരം ടൊമാറ്റോ, ഒരുപാട് വലുത് വേണമെന്നില്ല, മീഡിയം. ഇതിനെ ചെറുതായിട്ട് അരിയണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഹാഫ് സ്ലൈസസ് ആക്കാം. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് വഴണ്ട് കിട്ടാനെല്ലാം എളുപ്പമാണ്. അങ്ങനെ, അല്ലെങ്കിൽ 3 ആക്കാം, അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ. ഏതാണ്ട് ടൊമാറ്റോ കട്ടിങ് തീരാറായി. ഈസി ആയിട്ട് ഭയങ്കര രസമാണ് ടൊമാറ്റോ കട്ട് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുറച്ച് കൂടുതൽ ടൊമാറ്റോ പോലെ തോന്നില്ലേ? പക്ഷേ കടായി ഐറ്റംസിനൊക്കെ ടൊമാറ്റോ ആണ് ബേസ്. അപ്പോൾ കട്ടിങ് പാർട്ടെല്ലാം കഴിച്ചിട്ടുണ്ട്. അരിയൽസ് പിന്നെന്താ, മല്ലിയില നമുക്ക് ലാസ്റ്റ് അരിയാം, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം റെഡി. ഇനി ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ചൈനീസ് ആണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ അടുപ്പ് കത്തിച്ചാൽ പെട്ടെന്ന് ഫാസ്റ്റ് കുക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു കടായി, ഇത് ശരിക്കും പറഞ്ഞാൽ കടായി പനീർ എന്നാണ്. അപ്പോൾ ഒരു കടായിലാണ് ഉണ്ടാക്കുന്നത്, ചീനച്ചട്ടി. പക്ഷെ ഞാനിപ്പോൾ ഏതാണ്ട് ഒരു ചീനച്ചട്ടിയുടെ മോഡലിൽ തന്നെയുള്ള
നമ്മളുടെ ഈ പരന്ന കടായിയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു കാസ്റ്റ് അയൺ ടൈപ്പാണ്. ഒരു ചെറിയൊരു നോൺ സ്റ്റിക്ക് കോട്ടിങ് ഉണ്ടെന്നേ ഉള്ളൂ. നല്ല ഹെവി ബോട്ടം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ, ശരിക്കുമുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചട്ടികൾ കിട്ടുമല്ലോ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, കടായിസ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ പോയി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ ആ കടായി പനീർ, കടായി ചിക്കൻ എന്ന് പറയുമ്പോൾ ആ കടായിൽ തന്നെ കൊണ്ട് സെർവ് ചെയ്യും. ആ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, കുഞ്ഞു കുട്ടി ചീനച്ചട്ടീസ്. എൻ്റെ കയ്യിൽ കുട്ടി ചീനച്ചട്ടി ഇല്ല സെർവ് ചെയ്ത് കാണിക്കാൻ. എന്തായാലും ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിലല്ല ചെയ്യുന്നത്. ഇതൊക്കെ പ്യുവറായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഗീയിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ താളിക്കുന്നതും ഗീയിലാണ് വഴറ്റുന്നതും ഒക്കെ. അപ്പോൾ ഇതും നെയ്യിലാണ്. ആ നെയ്യിൽ ചെയ്താൽ മാത്രമേ ഇത് അത്രയും ടേസ്റ്റ് കിട്ടൂ. പിന്നെ നെയ്യുടെ കാര്യം പറഞ്ഞാൽ എണ്ണയെക്കാട്ടിലും ആരോഗ്യത്തിന് നല്ലത് നെയ്യ് തന്നെയാണ്. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പെട്ടെന്ന്. പിന്നെ ഞാനിപ്പോൾ ഇഞ്ചി അരിഞ്ഞു വെച്ചു, പച്ചമുളക് അരിഞ്ഞു വെച്ചു. ഇനി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ഞാൻ എടുത്ത് വെച്ചു. ഗാർലിക് പേസ്റ്റ് അതും കുറച്ച് വേണം. അപ്പോൾ കണ്ടാലോ, ഞാൻ ചെയ്യാൻ പോകണു, നോക്കിക്കോളൂ. ആദ്യം എന്താ ചെയ്യണം നോക്കൂ. ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഓക്കെ, അപ്പോൾ നെയ്യ് ചൂടായി തുടങ്ങി. ഇനി നമുക്ക് ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ ആയിക്കോട്ടെ. ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് നന്നായിട്ട് ചതച്ച് ചേർത്താലും മതി കേട്ടോ. ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ലത്. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി ആൻഡ് പച്ചമുളക് ചേർക്കാം. ആഹാ, നല്ല മണം. നെയ്യിൽ ഈ കാര്യങ്ങളൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണം. പിന്നെ വെളുത്തുള്ളി മൂത്ത് തുടങ്ങി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി തുടങ്ങി, അത് മതി. ഇനി ഈ സ്റ്റേജിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർക്കുക. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, ഉള്ളി, മല്ലിപ്പൊടി ആൻഡ് മുളക് പൊടി. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ. 3 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത്. അതിൻ്റെ കൂടെ മുളക് പൊടി ഏകദേശം ഒരു, എരിവ് നോക്കിയിട്ടാണ് എങ്കിലും ഇത് ഞാൻ പിരിയൻ മുളകിൻ്റെ പൊടി 2 ടീസ്പൂൺ അത്രയുമേ ചേർക്കണുള്ളൂ. ഓക്കെ, ഈ കൂട്ടത്തിൽ തന്നെ ഇത് പെട്ടെന്ന് മൂക്കും, നല്ല ചൂടായി കിടക്കുമല്ലേ. ക്യാപ്സിക്കത്തിനെയും കൂടി ചേർക്കണം ഒന്ന് വാടാനായിട്ട്. ഓക്കെ, ഇത് മൂത്ത് തുടങ്ങി. ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി കുഴയണം ലാസ്റ്റ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂത്ത മണമൊക്കെ വരുന്നുണ്ട്, മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും. ഇനി എന്താ, ഇനി ഞാനിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇത്രയും ടൊമാറ്റോ ചേർക്കണം. നോക്കും. അപ്പോൾ ടൊമാറ്റോ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഈർപ്പം കൊണ്ട് ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടൊരു മസാല രൂപത്തിലേക്ക് മാറണം. അതാണ് വേണ്ടത്. പേസ്റ്റി ആകണം, കുറച്ചൊന്ന് കുഴഞ്ഞ് വരും. നോക്കി ടൊമാറ്റോ ഇങ്ങനെ വാടി തുടങ്ങി. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാതെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ്. നോക്കൂ, ടൊമാറ്റോ വെന്ത പേസ്റ്റ് പോലെ ആകുന്നുണ്ടോ? അപ്പോൾ കുറച്ച് ഗ്രേവി പോലെയായി അല്ലേ, കുറച്ച് ലൂസായി. ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഈ നിമിഷം വരെ ഒഴിച്ചിട്ടില്ല. ഇത് ടൊമാറ്റോയിൽ നിന്നിറങ്ങിയ വെള്ളമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അരിയാനുള്ള സമയം മാത്രമേ ആവശ്യമുള്ളൂ. ഫാസ്റ്റ് കുക്കിങ്ങിൻ്റെ കാര്യമാണ്. വെള്ളം ഒഴിച്ചിട്ടില്ല, അല്ലാതെ തന്നെ ഒരു തിക്കായിട്ടുള്ളൊരു മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചുമ വരിക. നോക്കി, ടൊമാറ്റോ നന്നായിട്ട് വെന്ത് കഴിഞ്ഞില്ല. ഞാൻ അരിഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞാൽ മതി. ചെറുതായിട്ട് അരിയുന്നതിനെക്കാട്ടിലും ഈ രീതിയിൽ അരിഞ്ഞാലാണ് കുറച്ചുകൂടി നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുഴഞ്ഞ രീതിയിൽ വെന്ത് കിട്ടുന്നത്. അതേസമയം ക്യാപ്സിക്കം ഒന്ന് വാടിയിട്ടേ ഉള്ളൂ, കളറൊന്നും മാറിയിട്ടില്ല. എന്നാൽ വേഗണ്ട പോലെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുമുണ്ട്. ഇത്രയും ഗ്രേവി നമുക്കുണ്ട്. ഇപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഒരല്പം കൂടി ആകാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തീ അല്പം കുറച്ചിട്ടിരിക്കുകയാണേ ഇപ്പോൾ. ഇതിലാണ് നമ്മളുടെ പനീർ ഇങ്ങനെ പൊതിഞ്ഞ് വരേണ്ടത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി വേണമെങ്കിൽ ചേർക്കാം. അല്പം മീൻസ് വെരി ലിറ്റിൽ. ഒരു എന്താ പറയുക, ആക്ച്വലി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരല്പം, ഒരു 1/4 കപ്പ്, 3 ടേബിൾ സ്പൂൺ അത്രയും മതി. ഓൾറെഡി കഴിഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് വന്നതാണ്. ഇപ്പം അതും കൂടി ആയി. ഓക്കെ, അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, 3 ടേബിൾ സ്പൂൺ. ഇനി ഇതിനകത്ത് 2 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഗരം മസാല പൊടി, അത് ചേർക്കണം. പിന്നെ കസൂരിമേത്തി പൊടിച്ചത് ഒരു 3/4 ടീസ്പൂൺ ചേർക്കാം.
ഇതാണ് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ നന്നായിട്ട് കൊടുക്കുന്നത്. ആൻഡ് ഗരം മസാലപ്പൊടി നമ്മൾ ചേർക്കാൻ പോകണു. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഇത് കുറച്ചുകൂടെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ആയാലും മതി, അരയോ മുക്കാലോ. ഇതിന് നല്ലൊരു മണം വരും. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചേർത്തു. ഉപ്പൊക്കെ നോക്കുക. ഈ സ്റ്റേജിൽ തന്നെ ഉപ്പ് നോക്കണം. കാര്യം ഇതിൽ ഇനി പനീറും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഒരുപാട് നേരമായിട്ട് ഇളക്കാൻ പറ്റില്ല, അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഉപ്പ് കറക്റ്റ് നമുക്ക് ആ പനീറിലും കൂടെ പിടിക്കാനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം. അത്യാവശ്യം ഉപ്പുണ്ട്. പനീർ ഒരല്പം കൂടി ആകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ കൂടെ ഒരല്പം പഞ്ചസാര, ഒരുപാട് വേണ്ട. കാര്യം നമ്മൾ ഇത്രയും ടൊമാറ്റോ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. അപ്പോൾ ബാലൻസ് ആകും. എല്ലാ കാര്യങ്ങളും റെഡി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, തീ കൂട്ടി കൊടുത്തു. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട്, നല്ലൊരു തീ കൂട്ടി ഇനി തള പോലെ വരും. എന്ത് ഈസി അറിയോ കടായി പനീർ ഉണ്ടാക്കാൻ? വെരി വെരി ഈസി. നല്ല ചൂടായി. ഇനി പനീറിൻ്റെ പീസസ് വളരെ സാവധാനം മിക്സ് ചെയ്താൽ മതി. അധികം പൊട്ടിപ്പോകാണ്ട് ഈ രീതിയിൽ എടുക്കണം. കഴിഞ്ഞു, പണി കഴിഞ്ഞു. അതായത് മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കിട്ടും. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. ദിസ് ഈസ് എ വെരി വെരി സിമ്പിൾ റെസിപ്പി. ബട്ട് എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ പെർഫെക്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ഈ കടായി പനീർ. നിങ്ങളൊരു നോർത്ത് ഇന്ത്യൻ മെനു നോക്കി ഏതെങ്കിലും ഒരു നല്ല മുന്തിയ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആ സെയിം റെസിപ്പിയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഈ പനീർ. പൊടിയാണ്ട് നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ എന്താ ചെയ്യണേ, ഇനി ഒരു തീ അങ്ങനെ കിടന്നോട്ടെ. ഇനി ചെറിയ തീയിലേക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് മാറ്റാം. ആ സമയം നമുക്ക് മല്ലിയില അരിയാം. അപ്പോൾ ലാവിഷായിട്ട് മല്ലിയില ഇടാം. നോ ഇഷ്യൂസ്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് നോക്കി, നല്ല ചൂടായി. പനീറും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ആഹാ നല്ല മണം. ഇനി ഞാൻ എൻ്റെ മല്ലിയില ഇടട്ടെ. ലാവിഷ് ഇഷ്ടമുള്ള ഇട്ടിട്ടുണ്ട്. ഈ ശരിക്കും നോർത്ത് ഇന്ത്യൻ ഡിഷസിലെല്ലാം മല്ലിയില ഒരുപാട് ഇടുന്നത് നല്ലതാണ്. അതിൻ്റെ ഫ്ലേവർ കൂടുകയുള്ളൂ. സാവധാനം ഇങ്ങനെ മിക്സ് ചെയ്തോളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പാറ്റുല വെച്ചിട്ട് ഇളക്കിയാൽ മതി. അപ്പോൾ മുറിഞ്ഞു പോവില്ല. പനീർ അങ്ങനെ തന്നെ കിട്ടും. ആഹാ നല്ല നോർത്ത് ഇന്ത്യൻ മണം. ഇനി എക്സ്ട്രാ നോർത്ത് ഇന്ത്യൻ മണം വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതും കൂടി വേണമെങ്കിൽ ചേർക്കണം. ഓക്കെ, ക്യുമിൻ പൗഡർ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. എക്സ്ട്രാ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ആഹാ കഴിഞ്ഞു. സിമ്പിൾ. അത്രേ ഉള്ളൂ. അപ്പോൾ ജീരകപ്പൊടിയും കൂടി വേണമെങ്കിൽ ചേർക്കുക. ഞാൻ സാധാരണ ചേർക്കാറില്ല. ചിലർക്ക് വേണമെങ്കിൽ ജീരകപ്പൊടി ചാറ്റ് മസാലയൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാം, നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ സാധാരണ ഞാൻ ഈ റെസിപ്പിയിൽ അതൊന്നും ചേർക്കാറില്ല. ഇതൊരു പെർഫെക്റ്റ് ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കടായി പനീർ ഇസ് റെഡി. ഇതിൽ കൂടുതൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിഷ് ഇല്ല എന്ന് തന്നെ പറയാം വേണമെങ്കിൽ. ഈ വെജിറ്റേറിയൻ സെക്ഷനിൽ എന്ത് ഫാസ്റ്റാണ്. കുറുമയ്ക്ക് പോലും ഇതിനെക്കാട്ടിലും സമയം എടുക്കില്ലേ. പനീർ ബട്ടർ മസാലയൊക്കെ എടുക്കും. ഇനി ജസ്റ്റ് ഞാൻ സെർവ് ചെയ്ത് വയ്ക്കാൻ പോണു പ്ലേറ്റിൽ. ഇനി മുകളിലായിട്ട് കുറച്ച് എക്സ്ട്രാ മല്ലിയിലയും കൂടി ഇടാം. ഓക്കെ, വെജിറ്റേറിയൻസിൻ്റെ ഒരു ഡെലിക്കസി അല്ലേ ഇത്, ഈ കടായി പനീർ. സത്യം പറഞ്ഞാൽ എനിക്ക് സ്വീറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ പലഹാരങ്ങളൊക്കെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം ടേസ്റ്റ് ചെയ്യുമ്പോഴേ. പക്ഷേ ഇതിഷ്ടമാണ്. എങ്കിലും സ്പൈസി ഡിഷസിനെക്കാട്ടിലും എനിക്കിഷ്ടം സ്വീറ്റ് ഡിഷസാണ്. എങ്കിലും ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. യമ്മി ഡിഷ്. ആവശ്യത്തിന് ഇങ്ങനെ മസാലയിലൊക്കെ പൊതിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. സോ സോഫ്റ്റ്. പനീർ നല്ല സോഫ്റ്റായിട്ടിരിക്കണം. മെൽറ്റിങ് ഇൻ മൈ മൗത്ത്. സ്പൈസി മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പക്ക നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ്. ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ നമ്മുടെ ബട്ടർ നാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ബട്ടർ ചിക്കൻ പറ്റാത്ത ദിവസം
പിന്നെ ചപ്പാത്തി നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ചപ്പാത്തിക്കകത്ത് വെച്ച് സ്റ്റഫ് ചെയ്തിട്ട് റോൾ ചെയ്തൊക്കെ കഴിക്കാം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ആ രീതിയിൽ. പിന്നെ ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെ കൂടെ നല്ലതാണ്. അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനാണ് വെജിറ്റേറിയൻസ് ആസ് വെൽ ആസ് നോൺ വെജിറ്റേറിയൻസ്, രണ്ട് കൂട്ടർക്കും. ഈസി അല്ലേ, എന്ത് എളുപ്പമാണല്ലേ. അരിയുന്ന അത്ര സമയം മാത്രമേ എടുത്തുള്ളൂ. അടുപ്പ് കത്തിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കഷ്ടിച്ചൊരു 10 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ഇത് റെഡിയാക്കാൻ. ഈ പനീറൊന്നും വേവിക്കേണ്ട കാര്യമില്ലല്ലോ, ക്യാപ്സിക്കം ആവശ്യത്തിന് വന്നിട്ടുണ്ട്, കളർ മാറിയിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് തരിക. ഓക്കെ, അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലൈക്ക് തരണം, നല്ലൊരു കമൻറ്റ് തരണം, പിന്നെന്താ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ വേണ്ടത്? ഇത് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.